അങ്ങനെ ഹായ് അമൃതക്കുട്ടി. ഹായ്. അമ്മാവന്റെ കല്യാണമാണോ പൊങ്കാല സ്പെഷ്യലാണോ? ഇത് കല്യാണത്തിന്റെ വന്നിട്ടുണ്ട്. ഹായ് ചേട്ടാ, ഹായ് അമ്മാവ. ഞങ്ങള് നോക്കിയിരിക്കുന്നു. അമ്മാവനും അമ്മായിക്കും കല്യാണ വിവാഹ മംഗളാശംസകൾ. അതെ, പുതിയ ജീവിതമൊക്കെ തുടങ്ങിയില്ലേ? എങ്ങനെയുണ്ട്? തുടങ്ങിയതേ ഉള്ളൂ, ആ അങ്ങനെ പോകുന്നു ഇപ്പൊ. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ചേച്ചിക്കോ? തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കൊള്ളാന്ന്. ഇനി എങ്ങനെ അങ്ങോട്ടേക്ക് എങ്ങനെയാ നോക്കാന്ന് ഇനി വഴിയേ അറിയാം കാര്യങ്ങളൊക്കെ. പക്ഷെ കല്യാണത്തിന് വന്നിട്ട് സ്റ്റാർ അമ്മാവനും അമ്മായി ഒന്നും അല്ല, അമൃതക്കുട്ടിയാണെന്ന് കേട്ടല്ലോ, ശരിയായിരുന്നോ? സെലിബ്രിറ്റി ആയിരുന്നു. നമ്മുടെ ഫോട്ടോ എടുക്കുന്നതിനെ കൂടുതൽ അവളെ ഫോട്ടോ കൂടെ വന്നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മളെ മാറ്റി നിർത്തി അവളുമായിട്ടുള്ള ഫോട്ടോ എടുക്കും. ഇനി ചെറുക്കനും വേണ്ടോ നീങ്ങി സിംഗിൾ ആയിട്ട് എടുക്കണം. അതെ. സുപ്രഭാതാണെങ്കിൽ എല്ലാ ഫോട്ടോയിലും കയറി നിന്ന്. ഫാൻസിന്റെ കൂടെ പിന്നെ വേറെ ആര് ഫോട്ടോ എടുക്കും അല്ലേ? അതെ. പൊങ്കാല അല്ലായിരുന്ന? പൊങ്കാല നല്ല സൂപ്പർ ആയിരുന്നു. സൂപ്പർ. ഞാൻ എല്ലാ പ്രാവശ്യവും പൊങ്കാല ഇടാൻ വേണ്ടി പോവും. അമ്മമ്മയുടെ കൂടെ പോവാറുണ്ട്. പിന്നെ അവിടെ തൊട്ടടുത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ നിന്ന് തണ്ണിമത്തന്റെ ജ്യൂസ് ഒക്കെ കുടിക്കാറുണ്ടായിരുന്നു. ഇത് കൊണ്ട് തരട്ടെ? അപ്പൊ അത് പോരട്ടെ. അപ്പൊ അമൃതം, എന്തോ നമ്മുടെ മൈനാക പാട്ട് പോരട്ടെ. സിനിമ തൃഷ്ണ. അതെ. വർഷം 1980. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് MT വാസുദേവൻ നായർ സാറാണ്. ഇതിന്റെ ഡയറക്ടർ IV ശശി സാറാണ്. മമ്മൂക്കയ്ക്ക് ഏറ്റവും വലിയ ബ്രേക്ക് കിട്ടിയ ഒരു സിനിമയാണ് ഈ തൃഷ്ണ എന്ന് പറയുന്നത്. അതിലെ മറ്റു പാട്ടുകൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ശ്രുതിയിൽ നിന്നുയരും, അതുപോലെ തെയ്യാട്ടം ധമനികളിൽ എന്നുള്ള പാട്ട്. അതൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല. മ്യൂസിക് ആരാണ്? മ്യൂസിക് ശ്യാം സാർ. കറക്റ്റ്. എഴുതിയതാരാണ്? ബിച്ചു തിരുമല. കറക്റ്റ്. എല്ലാം കറക്റ്റ്. സുപ്രഭാതം എപ്പോഴും കറക്റ്റ് സമയത്ത് അവിടെ എത്തി തന്നെ. ഓ തന്നെ. അപ്പൊ നന്നായിട്ട് പാടണേ. All the best. Thank you.
അപ്പൊ നമുക്ക് മാർക്കിലേക്ക് കടന്നാലോ? ഓക്കെ. മിസ്റ്റർ മധുബാലകൃഷ്ണൻ, മാർക്ക് എത്രയാണ്? ഇന്ന് നമ്മുടെ അമൃതക്കുട്ടി കിട്ടിയിരിക്കുന്ന മാർക്ക് 97.5 ഔട്ട് ഓഫ് 100. യെസ്. അമ്മാവനും അമ്മായി ഹാപ്പിയാണോ? അമ്മായിയുടെ അടുത്താ ചോദിക്കാനുള്ളത്. ചേച്ചി ഹാപ്പിയാണോ? ഇതുവരെ ടി വിയിലല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അപ്പൊ നേരിട്ട് കണ്ടു. ആദ്യത്തെ പാട്ട് എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. വീട്ടിലൊക്കെ കേൾക്കുന്ന പോലെ തന്നെയാണോ അതോ വ്യത്യാസമാണോ? ഇങ്ങനെ കേൾക്കുമ്പോ വേറൊരു ഫീലാണല്ലോ അല്ലേ? എല്ലാരും സംസാരിക്കുന്നത് ഒരുപോലെ ഉണ്ട് അല്ലേ? ഇവരല്ലേ? ഒരുപോലെ ഇരിക്കുന്ന ആ ഒരു വാക്കുകൾ തമ്മിലുള്ള ആ സ്പേസ് ഒക്കെ ഒരുപോലെ. പുള്ളിക്കാരൻ ആദ്യം അതാണ് നോക്കിയത്, ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളെ കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ കറക്റ്റ്. മതി ഇത്. അപ്പൊ ഓക്കെ ചേച്ചി ചേട്ടാ, താങ്ക് യു. അമ്മമ്മേ താങ്ക് യു. അമൃതക്കുട്ടി ബൈ. ബൈ.